യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ അഖിൽ ഷാ അൻസാറുണ്ട്. അഖിൽ ഷാ, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാം രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നാണോ, അതല്ല ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്, പൊതുമുതൽ നശിപ്പിക്കലാണ് കുറ്റം? എന്താണ് തുടർ നടപടികൾ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാ അഖിൽ ഷാ? രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. മാധ്യമങ്ങളെ രാഹുൽ ഇപ്പോൾ കാണും. നിങ്ങളുടെ മുന്നിൽ ഇത്രയും ദിവസം ഞാൻ ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം ഉണ്ടായിട്ട് കണ്ടില്ലേ, ഫോഴ്സ് ഉപയോഗിക്കണ്ട. അല്ലല്ല, ഫോഴ്സ് ഉപയോഗിച്ചാൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും. ഞാൻ മാന്യമായിട്ട് നിങ്ങളുടെ ഫോഴ്സ് SHO തന്നെ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അല്ലല്ല, അങ്ങനെ ഫോഴ്സ് ഉപയോഗിക്കുന്നു. ഫോഴ്സ് ഉപയോഗിച്ചിട്ട് കൊണ്ടുവന്ന് വിചാരിക്കണ്ട. ഞാൻ ഇതുവരെ മാന്യമായിട്ട് സാധിച്ചല്ലോ. എന്റെ വീട്ടിൽ വെളുപ്പാങ്കാലത്ത് നിങ്ങൾ വീട് വളഞ്ഞ് എന്റെ ബെഡ്റൂമിന്റെ വാതിൽ മുട്ടി നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ അതിനോട് സാധിച്ചില്ലേ? നിങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ചൊന്നും കൊണ്ടുവന്ന് അല്ല, SHO മാറുന്നേ, ഞാൻ കയറത്തില്ലേ? അങ്ങനെ SHO വിചാരിച്ചാൽ കയറുമോ? നമ്മളിതുവരെ മാന്യമായിട്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നടത്തിയ ശ്രമം പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞിരിക്കുന്നു. പോലീസ് ബലം ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല, താൻ ഇതുവരെ പോലീസിന്റെ മുഴുവൻ നടപടികളോടും സഹകരിച്ചതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതും നമ്മൾ കേട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി അയക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പമുണ്ട്. അഖിൽ ഷാ, ഇതിപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നടന്ന രംഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അഖിൽ ഷാ, വിവരങ്ങൾ തരൂ. ഗോപി, അസാധാരണമായൊരു നടപടി തന്നെയാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അത് വളരെ സമാധാനമായി സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം തിരിച്ച് ഈ വാഹനത്തിൽ കയറുകയായിരുന്നു. വാഹനത്തിൽ കയറിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു ഉന്തും തള്ളും ഉണ്ടായത്. ഈ ബലപ്രയോഗത്തിലൂടെ പിടിച്ച് വണ്ടിയിൽ കയറ്റുന്നൊരു സാഹചര്യമാണ് ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇത്തരത്തിൽ ബലപ്രയോഗത്തിന്റെ ഒരു ആവശ്യവുമില്ല, വളരെ മാന്യമായി തന്നെയാണ് ഇത്രയും നേരം പോലീസിനോട് സഹകരിച്ചത്, പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ബലം പ്രയോഗിക്കുന്നുള്ള കാര്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഒടുവിൽ വലിയ രീതിയിലുള്ള ബലപ്രയോഗം നടത്തിയതിനു ശേഷമാണ് വണ്ടിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്നതും. എന്തായാലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങോട്ടേക്കാണ് അഖിൽ ഷാ കൊണ്ടുപോകുന്നത്? ഗോപി, ഔദ്യോഗികമായി പോലീസ് അക്കാര്യത്തിൽ ഇതുവരെ നമുക്കൊരു വിശദീകരണവും നൽകിയിട്ടില്ല. നമ്മളിപ്പോൾ കണ്ടത് തന്നെയാണ് പോലീസ് മാധ്യമങ്ങളോട് ഉള്ള പോലീസിൻ്റെ ഒരു പെരുമാറ്റവും നമ്മൾ കണ്ടത് തന്നെയാണ്. അതായത് നമ്മൾ മൈക്ക് നീട്ടിയപ്പോൾ ആ മൈക്ക് തട്ടി മാറ്റുന്ന ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ബലം പ്രയോഗിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചു തള്ളി വാഹനത്തിലേക്ക് കയറ്റുന്നൊരു സമീപനം ഉണ്ടായി. അതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഔദ്യോഗികമായൊരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്നൊരു സൂചന വെച്ച് AR ക്യാമ്പിലേക്ക് ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ തിരുവനന്തപുരത്തെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ പുറകിൽ നിന്ന് തള്ളി ബലമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജീപ്പിലേക്ക് പിടിച്ചു കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ബലം പ്രയോഗിക്കേണ്ടതില്ല, താൻ ഇതുവരെ മുഴുവൻ പോലീസ് നടപടികളോടും സഹകരിച്ചതല്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. വെളുപ്പാൻ കാലത്ത് വീട്ടിൽ ബെഡ്റൂമിൻ്റെ വാതിൽ വന്ന് മുട്ടിയപ്പോൾ തുറന്ന് പോലീസിൻ്റെ നടപടികളോട് സഹകരിച്ചയാളല്ലേ താൻ, എന്നിട്ടും തനിക്കെതിരെ എന്തിനാണ് ബലപ്രയോഗം നടത്തുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസുകാരോട് SHOയോട് ചോദിക്കുന്നത് നമ്മൾ കേട്ടു. രാഹുലിനെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു. എവിടേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം ലഭ്യമായിട്ടില്ല. AR ക്യാമ്പിലേക്കാണ് രാഹുലിനെ കൊണ്ടുപോയത് എന്ന് അനുമാനിക്കാം. അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. MG പ്രതീഷ്, ഞങ്ങളുടെ പ്രതിനിധി, ഇപ്പോൾ AR ക്യാമ്പിന് മുന്നിലുണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രതീഷ്, എന്റെ വീട്ടിൽ വെളുപ്പാങ്കാലത്ത് നിങ്ങൾ വീട് വളഞ്ഞ് എന്റെ ബെഡ്റൂമിന്റെ വാതിൽ മുട്ടി നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിനോട് സാധിച്ചില്ലേ?
നിങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ചൊന്നും കൊണ്ടുപോകും SHO മാറുന്നേ ഞാൻ കയറത്തില്ലേ അങ്ങനെ SHO വിചാരിച്ചാൽ കയറുമോ നമ്മളിതുവരെ മാന്യമായിട്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് ശേഷമുള്ള തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ബലമായി ജീപ്പിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അത് AR ക്യാമ്പിലേക്കാണ് എന്ന അനുമാനമാണ് ഇപ്പോൾ ഉള്ളത്. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന്. നമ്മളോടൊപ്പം ഇപ്പോൾ AR ക്യാമ്പിൽ നിന്ന് MG പ്രതീഷ് ചേരുന്നുണ്ട്. അരുൺ രാജ് കൊല്ലത്ത് നിന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംബന്ധിച്ച് വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ഉണ്ട്. അഖിൽ ഷാ അൻസാർ ഉള്ളത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് പോലീസ് ബലം പ്രയോഗിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോയിരിക്കുന്നത്. അത് AR ക്യാമ്പിലേക്ക് ആയിരിക്കും എന്നാണ് അനുമാനം. MG പ്രതീഷ്, AR ക്യാമ്പിലേക്കാണോ രാഹുലിനെ കൊണ്ടുവരുന്നത്? ഗോപികൃഷ്ണൻ, നേരത്തെ പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ AR ക്യാമ്പിൽ എത്തിക്കുമെന്നതായിരുന്നു ലഭിച്ചിരുന്ന വിവരം. പക്ഷേ ഈ AR ക്യാമ്പിൽ എത്തിക്കാതെ നേരെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയത്. അവിടെ ആദ്യം ഇറക്കുകയും പിന്നീട് വീണ്ടും പോലീസ് ജീപ്പിൽ കയറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെ AR ക്യാമ്പിൽ എത്തിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പോലീസ് നടപടി എന്തായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് പോകുമോ എന്നതാണ് ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ യാതൊരു വിശദീകരണവും ഈ കേസുമായി ബന്ധപ്പെട്ടോ അറസ്റ്റുമായി ബന്ധപ്പെട്ടോ ഇനിയും ലഭിച്ചിട്ടില്ല. നേരത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കണ്ടത് ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഈ പോലീസ് തന്നോട് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. മാധ്യമങ്ങളെ അടക്കം ബൈറ്റ് എടുക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു സമീപനമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ AR ക്യാമ്പിനും കന്റോൺമെന്റ് സ്റ്റേഷനും തമ്മിൽ വലിയ ദൂരമില്ല. അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയിട്ട് 5 മിനിറ്റോളം ആകുന്നു. നിലവിൽ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെ AR ക്യാമ്പിൽ എത്തിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വൈദ്യപരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ അപ്രതീക്ഷിതവും അസാധാരണവുമായ ഒരു നടപടിയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. ഈ സെക്രട്ടേറിയറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 4ാം പ്രതിയാണ്. VD സതീശൻ അടക്കമുള്ളവർ 1ാം പ്രതിയായും ഷാഫി പറമ്പിൽ 2ാം പ്രതിയായും നിലനിൽക്കുന്ന ഒരു കേസിലാണ് 4ാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ വീട്ടിലെത്തി പുലർച്ചെ വിളിച്ചുണർത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വരും മണിക്കൂറുകളിലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒപ്പം കോൺഗ്രസ് നേതാക്കളും അടക്കം പറയുന്നത് പോലീസ് അകാരണമായി ഇത്തരത്തിൽ കേസെടുക്കുകയും ഈ പ്രതിഷേധങ്ങളെല്ലാം അടിച്ചമർത്തുന്ന ഒരു സമീപനം, ഒരു നിലപാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി അടക്കം ഇതിന് നിർദ്ദേശം നൽകുന്നു എന്നതാണ് പ്രധാനമായും ആരോപിക്കുന്നത്. ഇന്ന് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. ഈ മുതിർന്ന നേതാക്കളെ അടക്കം ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരായ പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ VD സതീശനെ 1ാം പ്രതിയാക്കി കേസെടുത്തപ്പോൾ തന്നെ സതീശൻ പറഞ്ഞിരുന്നു താൻ മുൻകൂർ ജാമ്യത്തിന് പോകില്ല എന്ന്. മാത്രമല്ല അന്ന് VD സതീശൻ നടത്തിയൊരു പ്രസ്താവന, മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കൂ താൻ പേടിച്ചുവെന്ന്. ഇതായിരുന്നു VD സതീശന്റെ പ്രസ്താവന. അതുകൊണ്ട് തന്നെ ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അറസ്റ്റിലേക്ക് പോയാൽ ജയിലിൽ പോകുമെന്ന ഒരു നിലപാടായിരുന്നു കോൺഗ്രസ് നേതാക്കൾ അടക്കം സ്വീകരിച്ചിരുന്നത്. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യത്തിലേക്ക് അടക്കം പോകാത്ത ഒരു നിലപാട് സ്വീകരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. പ്രധാനമായും പൊതുമുതൽ നശിപ്പിച്ച കേസ്, ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, കലാപാഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരുന്നത്. പ്രധാനപ്പെട്ട 30ഓളം നേതാക്കൾക്കും കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയായിരുന്നു അന്ന് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ഇതിൽ 20ഓളം ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി കൊണ്ടുപോകുന്നത് AR ക്യാമ്പിലേക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. AR ക്യാമ്പിൽ രാഹുലിനെ എത്തിച്ചിട്ടില്ല. പകരം മെഡിക്കൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും AR ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോവുക എന്നറിയുന്നു. രാവിലെ അടൂരിലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ പൊതുമുതൽ നശിപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തിയ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ
മാങ്കൂട്ടത്തിൽ ഈ കേസിലെ 4ാം പ്രതിയാണ്. ഈ കേസിൽ 1ാം പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ, എം വിൻസെന്റ് MLA എന്നിവരും പ്രതി ചേർക്കപ്പെട്ട കേസാണിത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. രാഹുലിന്റെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പോലീസ് ബലം പ്രയോഗിച്ച് അത് തടയുകയായിരുന്നു. മാത്രമല്ല, ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുന്നത് എന്തിന് എന്ന് SHOയോട് ചോദിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജീപ്പിൽ കയറിയത്. വീട്ടിലെത്തി വീട് വളഞ്ഞ് തന്റെ ബെഡ്റൂമിൽ മുട്ടി തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ സഹകരിച്ച ആളാണ് താൻ. അപ്പോൾ ഈ സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ബലപ്രയോഗത്തിന്റെ ആവശ്യമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതും നമ്മൾ കേട്ടു. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രതികരണം ഒരിക്കൽ കൂടി കാണണം. അതോടൊപ്പം തന്നെ മറ്റ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുന്ന ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും. ഇടവേളയ്ക്ക് ശേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.